ലാലേട്ടനെ കൊണ്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യിപ്പിച്ചു. ഡാൻസ് ചെയ്യിപ്പോൾ ആ ഡാൻസ് ആളുകൾ എടുത്തിട്ട് ട്രോളി ഭയങ്കര വൈറലായി. ഇത് ആളുകൾ ട്രോളുന്നതിന് മുന്നേ ഞാൻ ആ ഷോ കാണാറില്ല, ഭയങ്കര വേസ്റ്റ് ഷോ ആണ് എന്ന് പറയുന്ന. നിങ്ങളുടെ ഷോ ഡയറക്ടർമാരെ വ്യൂ പോയിന്റ് മാത്രമാണത്, ഇയാളാണ് നല്ലത്. പക്ഷെ വോട്ടിംഗ് പാറ്റേണിൽ അത് വ്യത്യാസം വരാറുണ്ടോ? വന്നിട്ടുണ്ട്. ഒരു സിനിമ ഡയറക്ഷൻ സിനിമ വെരി സൂൺ മോഹൻലാലൊക്കെ ഉണ്ടോ? കണ്ടസ്റ്റന്റ് എന്നിട്ട് ബിഗ് ബോസ് പെട്ടെന്ന് ഓടി വരും, അത് വരൂ എന്ന് പറയുമ്പോൾ കുറെ നേരമായിട്ട് ബിഗ് ബോസ് റിപ്ലൈ ഉണ്ടാവില്ല. ചില ബിഗ് ബോസ് ബാത്റൂമിലായിരിക്കും. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. പക്ഷെ ഓരോ ആഴ്ചയും ഒന്നിനൊന്നിനും മികച്ചതാകണം എന്നാണല്ലോ നിങ്ങളുടെ ഈ പ്രേക്ഷകരുടെയും ആഗ്രഹം. അപ്പം എനിക്കൊരു മനസ്സിലാക്കി, ഇപ്പോൾ കുമാറാണ് മത്സരിക്കുന്നത്, ഞാൻ കുമാറിൻ്റെ മത്സരം ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഫൈസലിന് ഇഷ്ടപ്പെടുന്നത് ചിലപ്പം ഷമീറിൻ്റെ ആയിരിക്കും, വേറെ ആൾക്ക് വിനോദിന്. നമ്മളിവിടെ ഉള്ള ഉദാഹരണം പറയാണ്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് കുമാറിൻ്റെ ഔട്ടുകൾ കുറച്ചും കൂടെ കാണിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. എൻ്റെ വ്യൂ പോയിൻ്റ് അതാണ്. അത് മാറ്റി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വ്യൂ പോയിൻ്റ് മാത്രമാണ്, നിങ്ങളുടെ ഷോ ഡയറക്ടർമാരുടെ വ്യൂ പോയിൻ്റ് മാത്രമാണത്, ഇയാളാണ് നല്ലത്. പക്ഷേ വോട്ടിംഗ് പാറ്റേണിൽ അത് വ്യത്യാസം വരാറുണ്ടോ? വന്നിട്ടുണ്ടോ? അത് ഈ ഷോ ഡയറക്ടർമാരുടെ മാത്രം തീരുമാനം എന്ന് പറയുന്നതിന് മുന്നേ ഷോ ഡയറക്ടേഴ്സിന്റെ അടുത്തേക്ക് ഓരോ സ്റ്റോറി റൈറ്റേഴ്സും ഓരോ കണ്ടസ്റ്റൻസിനെ വാച്ച് ചെയ്ത് എഴുതുന്ന സ്റ്റോറി കണ്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന സാധനമാണ് ഷോ ഡയറക്ടറിന്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ഓൾറെഡി ഒരു റിഫൈനിങ് കഴിഞ്ഞിട്ടാണ് ഷോ ഡയറക്ടറുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ അത് ഡയറക്ടറുടെ ഡിസിഷൻ അല്ല, ഒരു ഗ്രൂപ്പിന്റെ ഡിസിഷനാണ് ഗെയിം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഷോ ഡയറക്ടറുടെ മാത്രം തീരുമാനമല്ല. അപ്പോൾ അപ്പോൾ ഷോ ഡയറക്ടർ അത്രയും ഇപ്പോൾ ഒരു 10 കണ്ടന്റ് കൊണ്ടുവന്നു, റൈറ്റേഴ്സിൻ്റെ അടുത്ത് 10 കണ്ടന്റ് കൊണ്ടുവന്നു, അതിൻ്റെ അകത്ത് ഒരു 3 കണ്ടന്റ് ഷോ ഡയറക്ടർ എടുത്താൽ ഹീ നോസ് ദിസ് ഈസ് ദ ബെസ്റ്റ്. ഈ 10 എണ്ണത്തിൽ ഈ 3 എണ്ണമാണ് വർക്ക് ആവുന്നതെന്ന് അയാൾക്കറിയാം. അപ്പോൾ അയാൾ ആ 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആ ഷോ ടി വിയിൽ വരും. ടി വിയിൽ വന്നു കഴിയുമ്പോൾ ഈ 3 കണ്ടന്റിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തതാണെന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ വീണ്ടും റിഫൈനിങ് നടക്കുകയാണ്. ഷോ ഡയറക്ടർ റിഫൈൻ ചെയ്തു, ആ ഡിഫൈൻ ചെയ്ത കണ്ടന്റിനെ വീണ്ടും പ്രേക്ഷകർ കാണുമ്പോൾ പ്രേക്ഷകർ റിഫൈൻ ചെയ്തിട്ടാണ് അവരുടെ വോട്ടിംഗ് നടക്കുന്നത്. സോ ദ വോട്ടിംഗ് ഈസ് ഡൺ ബൈ ദ ഓഡിയൻസ്. സോ ആക്ച്വലി ദ ഓഡിയൻസ് ആർ ദ ഡയറക്ടേഴ്സ് ഫോർ ദിസ് ഷോ. അങ്ങനെ പറയേണ്ടി വരും. ആക്ച്വലി ദ ഓഡിയൻസ് ഡിസൈഡ് ദ വിന്നർ. അതാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാലും ആലോചിക്കാന്നല്ലോ. ബിക്കോസ് ഇതിൻ്റെ അകത്ത് ബിഗ് ബോസ്, ഇതിൻ്റെ അകത്ത് ഭയങ്കര റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. ഓൺലി കോമൺ സെൻസ് ആണ് ബിഗ് ബോസ്. ആ കോമൺ സെൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി വിൻ ദ ബിഗ് ബോസ്. ഈ ടാസ്ക് എഴുതുന്നത് അതിനുള്ള പ്രത്യേക ടീമുകളാണോ? ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ടാസ്ക് ടീമുണ്ട്. ടാസ്ക് ടീം എന്ന് പറയുന്നത് ഓരോ ഗെയിമിൽ ഇൻട്രസ്റ്റ് ഉള്ള ടൈപ്പ് ഓഫ് ഒരുപാട് സ്റ്റാഫുകളായിരിക്കും അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവർ ഒരുപാട് റെഫറൻസുകൾ എടുക്കുകയും ചർച്ച ചെയ്ത് പുതിയ ടാസ്കുകൾ ഉണ്ടാക്കുകയും, ആക്ച്വലി ടാസ്കുകൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത്. ടാസ്ക് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ബിഗ് ബോസ്. അത് പ്രത്യേക ടീമാണ്. ഓരോ ഡിവിഷനും ഇപ്പോൾ ഫുഡിന് ഒരു ഡിവിഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ടാസ്കിന്, ഈ വീക്കെൻഡ് എപ്പിസോഡ്സിന് ഡയറക്ഷൻ ടീം, റൈറ്റേഴ്സ്, എല്ലാത്തിനും സെപ്പറേറ്റ് ടീം. ഈ ടാസ്ക് എന്ന് ഈ ഗെയിം ഷോ കൊടുക്കുമ്പോൾ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പം ഞങ്ങൾ 4 പേര് ഒരു ഗെയിം ഷോ പ്ലാൻ ചെയ്യുന്നു, ഞങ്ങളാണ് നിയമിച്ചത്. പക്ഷെ അത് ഫൈനൽ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഡയറക്ടർ പറയണം വേറൊരെണ്ണം കൂടെ പ്ലാൻ ചെയ്യാം. അപ്പോൾ 2-3 എണ്ണം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരെണ്ണം ഫൈനൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. ഡെഫിനറ്റ്ലി വി വിൽ ഡെഫിനറ്റ്ലി ആസ്ക് ഫോർ ദ ഓപ്ഷൻസ്. ദേ ആർ ഓൾറെഡി കമ്മിങ് വിത്ത് ഓപ്ഷൻസ്. ഒരു പണി മാത്രം എടുക്കാനാണെങ്കിൽ അവരുടെ ആവശ്യമില്ല. ഗിവ് us multiple options. So directors will choose the best. And ഞങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ചെയ്യണം. പിന്നെ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബിഗ് ഷോ. ഒരു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് എത്ര നാൾ മുമ്പുള്ള പരിശ്രമമാണ്? ബിഗ് ബോസ് നമ്മൾ ഇന്ന് തുടങ്ങാനത്തിന് അതിന് നാളുകൾ കുറേ മാസങ്ങൾക്ക് മുമ്പുള്ള പരിപാടികളായിട്ടാണ് പോകുന്നത്. അതിൽ ഈ ഡയറക്ടർമാരും നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് എത്ര നാൾ മുമ്പ് ഒത്തുചേരും? ഇപ്പോൾ ഈ ഒഡീഷൻ്റെ ഒക്കെ സമയത്ത് മുതലേ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സീസണിലാണെങ്കിൽ എനിക്ക് ആ സമയത്ത് തന്നെ ഒരു 3 months ബാക്ക് ബിഫോർ എന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ ഡയറക്ട്ലി ജോയിൻ ജസ്റ്റ് ബിഫോർ 1 month ആൻഡ് ടോട്ടലി ഐ വർക്ക്ഡ് ഫോർ 4 months. 3 months is the show, 1 month is the pre-production. പിന്നെ എഗ്രിമെന്റുകൾ ഉണ്ടാവുമല്ലോ. ഷോ ഡയറക്ടർ എന്നതിൽ ഫൈസലുമായിട്ടൊരു എഗ്രിമെന്റ്, മനുഷ്യനും ഏഷ്യാനുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാവും. ഇറങ്ങി കഴിയുമ്പോൾ ഇന്ന രീതിക്കേ പാടുള്ളൂ, ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ എഗ്രിമെന്റ് നിങ്ങൾക്കും ഈ മത്സരാർത്ഥികൾക്കുണ്ട്, അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവുമോ?
ഈ എഗ്രിമെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യത്വപരമായിട്ട് കാണേണ്ട ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതിന് ഒരു ധാരണയാണ്. അത് ആ പത്രത്തിൽ ഒപ്പിട്ടാലും ഞാനൊന്നും വായിച്ചു നോക്കാതെ പോലെ ഒപ്പിട്ടേ. അതെന്താണ്, എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ആരെയും ചതിക്കത്തില്ല എന്ന് എനിക്കറിയാമെങ്കിൽ പിന്നെ വരുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാമെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ എഗ്രിമെന്റ് ഒക്കെ ഒരു മനുഷ്യത്വപരമാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടി തന്നെയാണ് എല്ലാ കമ്പനികളും ചെയ്യുന്ന പോലെയല്ലേ. പ്രശ്നം ഉണ്ടായാൽ എന്നാൽ നമ്മുടെ അടുത്തൊരു റെമഡി വേണം താനും, അതിന് വേണ്ടിയിട്ട് വെക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അല്ലാതെ എഗ്രിമെന്റ് ഭയങ്കര അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെയൊന്നുമില്ല. മാക്സിമം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഫൈനലി നമുക്ക് കിട്ടുവാണല്ലോ. ആസ് എ കണ്ടസ്റ്റന്റ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു അവസരം കിട്ടി. അപ്പം നിങ്ങൾ ആ അവസരം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1 year മറ്റ് ചാനലുകളിൽ പോയി ഒന്നും ചെയ്യരുതെന്ന് ചിലപ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാവാം. അതൊരു മര്യാദയും കൂടെ ആണല്ലോ. ഒരു 1 year ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ നിങ്ങളുടെ സർവീസ് തരൂ, മറ്റ് ചാനലുകളിൽ കൊടുക്കില്ല, ബിക്കോസ് വി ഗവ് യു ദിസ് ഓപ്പർച്യൂണിറ്റി അല്ലേ. അപ്പം അതൊരു മര്യാദയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഷിഫ്റ്റ് അനുസരിച്ചാണ് 8 മണിക്കൂർ. എനിക്ക് ഷിഫ്റ്റ് ഇല്ലാതെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് മാത്രമുള്ള തോന്നുന്നു. അതെ 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 അദ്ദേഹത്തിന് ഷിഫ്റ്റ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണല്ലോ ഇതെല്ലാം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഷിഫ്റ്റ്, അദ്ദേഹത്തിന് ഉറക്കമില്ലേ? ആക്ച്വലി ശരിക്കും അത് ഭയങ്കര ഒരു കോമഡിയാണ് സത്യം പറഞ്ഞാൽ. ഇന്റർണലി നോക്കിയാൽ ഇപ്പോ ബിഗ് ബോസ് ആക്ച്വലി ഒന്ന് പുറത്തേക്ക് പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം, റൂമിൽ പോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പം പെട്ടെന്ന് കോൾ വരും. അപ്പോൾ ബിഗ് ബോസ് നീഡ് ടു കം ബാക്ക് വെരി സൂൺ. അപ്പോൾ ചിലപ്പോൾ അവിടെ കാറുണ്ടായില്ലെങ്കിൽ ഓടി വരേണ്ടി പോലും വരും. പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇക്കാ ചോദിച്ചത്. അതൊക്കെ ഭയങ്കര നമുക്ക് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ്. ചിലപ്പോൾ പലതവണ നമുക്ക് കേൾക്കാം കണ്ടസ്റ്റന്റ് എന്നിട്ട് ബിഗ് ബോസ് പെട്ടെന്ന് ഓടി വരും, അത് വരൂ എന്ന് പറയുമ്പോൾ കുറെ നേരമായിട്ട് ബിഗ് ബോസ് റിപ്ലൈ ഉണ്ടാവില്ല. ചിലപ്പോൾ ബിഗ് ബോസ് ബാത്റൂമിലായിരിക്കും. പക്ഷെ അത് ഒരു ഇൻട്രസ്റ്റ് ആവുമ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും ചിരിക്കും. ബിക്കോസ് ഫൈനലി എവരിബഡി നോസ് ഇറ്റ്സ് എ സൗണ്ട് ആൻഡ് എവരിബഡി. ഞാൻ ഇവരുമായി ക്യാമറയ്ക്ക് കുറെ സമയം കൊണ്ട് ബിഗ് ബോസ് എന്താ വരാത്തത് പ്രേക്ഷകർ വല്ല ടോയ്ലറ്റിലായിരിക്കും. ഡെഫിനറ്റ്ലി. അപ്പൊ നമ്മൾ വിചാരിക്കും ബിഗ് ബോസ് ആസ്ക് ദം ടു വെയിറ്റ്, ബിഗ് ബോസ് ആണല്ലോ അപ്പൊ ഇച്ചിരി വെയിറ്റ് സത്യത ചിലപ്പോ ഇതായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ പുള്ളി ഫുൾ ടൈം വേണം. ഫുൾ ടൈം വേണം. അപ്പോൾ ഒരു ഷിഫ്റ്റും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന പുള്ളിയാണ് എന്ന് പറയേണ്ടി വരും അല്ലെ. ആ ബിഗ് ബോസ് ആണ് ഒരു ടൈം നോക്കാതെ ഏത് രാത്രിയും വരണം. അതെ, എപ്പോ വിളിച്ചാലും വരേണ്ട ഒരാളാണ് ബിഗ് ബോസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഉറങ്ങി കിടക്കുന്ന സമയം ചിലപ്പം 3 മണിക്കായിരിക്കും ഇവർ വരുന്നത്. അതും ക്യാമറ ഷൂട്ട് ആ സമയത്ത് തന്നെ പറഞ്ഞെങ്കിൽ ആ ടൈമും ഡിസ്പ്ലേയിൽ വരണമല്ലോ. അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് വരണമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ 3 മാസത്തെ ഉറക്കമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാവർക്കും കിടന്നുറങ്ങാൻ പറ്റും. പിന്നെ ആളുടെ ഉത്തരങ്ങളൊക്കെ ആളുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതായത് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന ഒരാള് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും. കാരണം പെട്ടെന്നൊരു ചോദ്യങ്ങൾക്ക് വളരെ നർമ്മപരമായിട്ടും ഭയങ്കര സീരിയസ് ആയിട്ടും ഒക്കെ ഒരു ഉത്തരം പറയണമെങ്കിൽ അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇൻപുട്ട് ഉണ്ട് ഒരുപാട്. എല്ലാവരുടെയും സജഷൻസ് ഉണ്ടെങ്കിലും പെട്ടെന്നൊരു ഉത്തരം പറയണമെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് രസകരമായിട്ടുള്ള ഉത്തരങ്ങളും നല്ല ഉത്തരങ്ങളൊക്കെ പറയൂലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഈ ഷോയോട് അത്രയും ഡെഡിക്കേറ്റഡും ഭയങ്കര ഹാർട്ട്ഫുള്ളും ആണ്. അപ്പോൾ പിന്നെ ആ വർഷങ്ങളായി ആള് അത് ചെയ്യുന്നു. അതുകൊണ്ട് പുള്ളി ഭയങ്കര അടിപൊളിയാണ്. എനിക്കത് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. എഗ്രിമെന്റ് ഞാൻ അദ്ദേഹത്തിന് ഒന്ന് എൻ്റെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഒത്തിരി ആഗ്രഹിച്ചു, ഒത്തിരി ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. ബിഗ് ബോസിൽ ഞാൻ ഇറങ്ങാതെ എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്നാണ് അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ മാത്രം അദ്ദേഹം ആരാണെന്നൊന്ന് അഖിൽമാരാനൊന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ അത് തന്നെ വിമർശനത്തിന് ഇടയായെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ വിളിക്കാറുണ്ട്. അത് ഈ പറയുന്ന പോലെ നമ്മൾ എന്താണ് ഈ പഴഞ്ചൊല്ല് പോലെ തന്നെ കാണാത്തത് അതിസുന്ദരം എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു ഭംഗി. അപ്പൊ അദ്ദേഹത്തിന് ഉറക്കമില്ല, അത് ഉറപ്പ് തന്നെ. ഉറക്കമുണ്ട്, ഏത് സമയത്ത് വിളിച്ചാലും ഫണ്ണാണ് ഉറക്കം. ഏത് സമയത്ത് വിളിച്ചാലും പുള്ളി എത്തണം. ഡെഫിനറ്റ്ലി എത്തണം. പുള്ളിക്കും ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാൻ ആളുണ്ടാവുമല്ലോ അല്ലേ? പുള്ളിയായിട്ടുള്ള പുള്ളിയുടെ ടീമുണ്ട്. എല്ലാവർക്കും അത്രയും ഒരു പ്ലാൻഡ് ആണ് ഈ ഷോ. എനിക്ക് ഇതിനെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല. അല്ല, നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് പ്രേക്ഷകർക്ക് ഇപ്പോഴായിരിക്കും വ്യക്തമായെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുമില്ല. നമ്മൾ ബിഗ് ബോസ് കാണുന്നു, ഇതിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റെ അനുഭവത്തിൽ ആരും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് ഫൈസൽ പറഞ്ഞപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുക. ഇത്ര പേരുടെ അധ്വാനമാണ്. നമ്മളൊരു സിനിമ തന്നെ അറിയില്ല, സിനിമ എത്ര പേരുടെ അധ്വാനമാണ്. ഒരു നിമിഷം കൊണ്ട് റിവ്യൂ കൊണ്ട് സിനിമ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ബിഗ് ബോസിനെ അറിയില്ലാതെ പല ആളുകൾ പറയുമ്പോൾ ബിഗ് ബോസിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. അതാണ് ഈ എടുത്ത ബിഗ് ബോസിൻ്റെ കാര്യം വരെ ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാവർക്കും ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു നിമിഷം കൊണ്ട് അവിടെ എത്തി. ഈ സാധനം ഇപ്പോൾ പറഞ്ഞല്ലോ, വണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചാണെങ്കിൽ പറഞ്ഞു അദ്ദേഹം ആ വരുന്ന ഒരു സമയം, ബാത്റൂമിൽ നിന്ന് വരുന്ന ഒരു സമയം അവിടെ മെനക്കിടന്നുള്ളൂ.
അത്രയും കൃത്യമായിട്ട് തന്നെയാണ് ഈ ഷോ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അല്ലെങ്കിൽ 6 സീസൺ വരെ ഇങ്ങനെ നിൽക്കില്ലോ, ഇത്രയും പ്രേക്ഷകർ ഉണ്ടാവുമല്ലോ. ആക്ച്വലി പ്രേക്ഷകർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ. ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ബിഗ് ബോസ് ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവുന്ന ചിലപ്പോൾ ആൾക്കാർ പറയും ഞാൻ ആ ഷോ കാണാറില്ല, ഭയങ്കര വേസ്റ്റ് ഷോ ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മച്ചാൻ അടിപൊളി ഷോ ആണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എല്ലാത്തിനും രണ്ടഭിപ്രായമുണ്ട്. അല്ല, ഞാനിത് കാണുന്നില്ല എന്ന് പറയുന്ന ആൾ പിറ്റേ ദിവസത്ത് നമ്മളിരിക്കുന്ന ഇത് പറയാം, ഇന്നലെ അവൻ ചെയ്തത് കേട്ടോ, ഹൈദരലി ചെയ്ത് അത് ശരി, ആ കാണാത്തവൻ അത് ശരിയാട്ടോ അവൻ ചെയ്തത്, അവൻ ന്യൂട്രൽ കാണുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ തെളിവ്. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. പണ്ട് ഫ്ലാറ്റുകൾ, ഞാൻ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ സിനിമ ആളുകളെല്ലാവരും ഇരുന്ന ഒരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ അവിടെ പറഞ്ഞ് വലിയ സംവിധാനമൊക്കെയാണ് പറഞ്ഞത്, നമ്മുടെ ഫ്ലാറ്റിൽ ഒരു 9 മണിയാകുമ്പോൾ, അന്ന് 9 തോന്നുന്നു, ഇപ്പോഴാണ് 9 എന്ന് ഇരിക്കുന്നത്, 9 ആ സമയത്ത് 9 മണിക്ക് ഒരു ഒറ്റ സൗണ്ടാണല്ല ബിഗ് ബോസിൻ്റെ ഓഡിയോ ആണ് കേൾക്കുന്നത് ഫ്ലാറ്റിൽ ഒരുമിച്ച്. അപ്പോൾ എത്രയോ വീടുകളിരുന്ന് കാണുന്നു അത്. അത് ഏറ്റവും വലിയൊരു ഡയറക്ടറാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ആക്ച്വലി ഈ ഷോയുടെ ഒരു ഗുണം എന്താ, നന്മ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 100 ദിവസം നമ്മൾ അതിൽ ചെല്ലുമ്പോൾ കൃത്യമായ ഒരു അലാറം അടിക്കും രാവിലെ. ആ സമയത്ത് നമ്മൾ ഡാൻസ് ചെയ്ത് എഴുന്നേക്കണം. സോ നമ്മൾ കൃത്യമായി നമ്മുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് ഉണ്ടാവുക. ഞാൻ കഴിച്ച പാത്രം ഞാൻ തന്നെ കഴുകി വയ്ക്കണം, ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്യണം. അല്ല, ബാത്റൂം നമ്മളല്ല, ബാത്റൂം ഓരോ ടീമാണെങ്കിലും അവരെ ഏൽപ്പിച്ചിരിക്കല്ലേ, ക്ലീൻ ചെയ്തിട്ടാണല്ലോ ഇറങ്ങുന്നത്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ടീമല്ലേ. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരേണ്ട ഒരുപാട് ഹാബിറ്റുകൾ 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പഠിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വരുന്ന ആള് ശരിക്കും ഒരു റിഫൈൻഡ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു കണ്ടസ്റ്റന്റ് പോലും ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ. ഇപ്പം എല്ലാവരും വരുന്നത് എങ്ങനെയാണ്, ഞാൻ ഈ ഷോയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യും, ഞാൻ എൻ്റെ അകത്ത് അലമ്പ് കാണിക്കില്ല, ഇതിനു മുന്നേ വന്നവർ എന്തൊക്കെ അലമ്പാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നാലും അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ അവർ അറിയാതെ അങ്ങനെയായി പോകുന്നതാണ്. അല്ലാതെ അവരാരും ചള്ളായിട്ടോ അവർ പ്രശ്നക്കാരായിട്ടോ അല്ല. ആ മൊമെന്റിൽ 100 ദിവസവും കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്ത് അവരെ അങ്ങനെ ആയി. അവർ 100ാമത്തെ ദിവസം പുറത്തിറങ്ങുമ്പോൾ അവർ ആക്ച്വലി ഒരു സ്ഫടികം പോലെ സ്ഫുടം ചെയ്ത് വരുന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ. അത്രയും ഒരു ബേർണറിൽ ഇട്ട പോലെയാണ് അവർ പുറത്തിറങ്ങുക. ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഔട്ടായി പോകുന്നവർ അത് ഔട്ടായി പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ മാത്രമാണ് അതിൻ്റെ അകത്ത് വരിക. അതിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങുന്നവർ എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ തോറ്റുപോകാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം എവിടെയും ചെന്നാലും അയാൾക്കൊരു ധൈര്യം ഉണ്ടാവും ഒരു കാര്യം പ്രസന്റ് ചെയ്യാനും ഒരാളെ മീറ്റ് ചെയ്യാനും. ലൈഫിൽ തോറ്റു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ട്രെയിൻഡാണ്. ദിവസമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫോൺ പോലും ഇല്ലാതെ നിൽക്കുക എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റില്ല. മെന്റലി പ്രശ്നമാവൂലേ? എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ല, അത് കയറി കഴിയുമ്പോഴേക്ക് ആ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഫ്രസ്ട്രേഷൻസ് ആയിട്ട് വരുന്നത്. എന്നിട്ടും ഈ വരുന്ന 16 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിയും തമ്മിലടിച്ചും, എന്നാൽ ഒരു ഭക്ഷണം വരുമ്പോൾ ഒരുമിച്ചിരുന്നും ചിരിച്ചും കളിച്ചും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂടിയിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കാണുന്ന വേറൊരു രസമായിട്ടുള്ള സംഭവം, ഈ ഷോ കഴിയുമ്പം ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് വർത്തമാനം പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ് വർത്തമാനം പറയുന്നത്. അവരെല്ലാവരും അന്ന് ചിന്തിക്കുന്ന കാര്യമുണ്ട്, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എന്താ അടിയായിരുന്നു, പക്ഷെ ഇപ്പം നമ്മൾ അടിപൊളി ഫ്രണ്ട്സ് അല്ലേ മച്ചാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന. ഇതിന്റെ പ്രീവിയസ് കണ്ടസ്റ്റൻസിനെ നോക്കിയാൽ അറിയാം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ് ഒരു പരിധി വരെ എൻ്റെ ഓർമ്മയിലുള്ളൂ. അല്ലെങ്കിൽ തന്നെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്താൻ അവർക്ക് പറ്റും ഇതിൻ്റെ അകത്ത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര നല്ലതായിട്ടാണ്. ഈ 100 ദിവസം എന്നും കാണുന്ന മുഖം മാത്രമേ കാണുന്നത്. അതെ, വേറെ ആളെ കാണാൻ പറ്റുന്നില്ല. അതെ, ഈ ഷോയിൽ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പഠിച്ചിട്ട് ഒരു ലൈഫിൽ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കി ഒരു ഹാബിറ്റ് ഉണ്ടാക്കി ഇട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസിൽ നിന്നും ഔട്ടാകുമ്പോൾ അവർക്ക് അതിലേറെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. ഉറപ്പാണ്. അപ്പം പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും വന്നിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ, എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. അപ്പം എന്നാൽ ബിഗ് ബോസ് സീരിയസ് ആയിട്ട് വിളിച്ചിട്ട് ചോദിക്കും, എന്നാൽ പുറത്ത് പോകണോ എന്ന് ചോദിക്കുമ്പോൾ സോറി പോകണ്ടെന്ന് പറയും. സോ മെന്റലി ഉള്ളിൻ്റെ ഉള്ളിൽ ജയിക്കണമെന്നും, എന്നാൽ അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നവരും പോകുന്നവരും ഒക്കെ നല്ലവരായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഈ സർവൈവൽ ഇഷ്യൂ വരും ഫോർ എവറി 1 year ബിക്കോസ് അടുത്ത ഷോ വരുവാണ്. ഈ നമ്മുടെ എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തുറന്ന് പറഞ്ഞു പോകുമല്ലോ, ഓട്ടോമാറ്റിക് പറഞ്ഞ് പോകും ഓട്ടോമാറ്റിക്. കാരണം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സീക്രട്ട് ആയിട്ടൊന്നും കയറേണ്ട ആവശ്യമില്ലല്ലോ. സീക്രട്ട് ആയിട്ടോ പ്ലാൻഡ് ആയിട്ടോ കയറിയിട്ട് എന്താ സംഭവിക്കുക? കാരണം അങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ അവിടെ നടക്കുന്നത്. ഇപ്പൊ ചെറിയ ഇഷ്യൂ അല്ലേ, ചിലപ്പം ഒരാൾക്ക് കറിക്ക് എരിവ് പറഞ്ഞു, മറ്റേ ആൾക്ക് അവിടെ നോക്കി, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്യൂ. പക്ഷെ അത് ഈ പറയുന്ന പോലെ ഡെയിലി കാണുമ്പം ഇത്രയും പ്രശ്നങ്ങള്, നമ്മൾ വലിയ പ്രശ്നങ്ങൾ, ഇത് മറ്റേ യുദ്ധം നടക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ അവരുടെ യുദ്ധങ്ങൾ. അപ്പൊ അത്രയും ചെറിയ കാര്യങ്ങൾക്ക് വരെ
ഏതായാലും ഈ 6ാം സീസൺ വളരെ മോശം സീസണാണെന്ന് ലാലേട്ടൻ തന്നെ അവിടെ പറഞ്ഞു. വെച്ചാൽ പൊതുജന അഭിപ്രായം ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഏറ്റവും മോശം സീസണാണ് 6ാം സീസൺ, സീസൺ 6. അത് ലാലേട്ടൻ തന്നെ അവിടെ പറഞ്ഞാണ്. ആളുകൾ പറയുന്നു പറഞ്ഞു, ലാലേട്ടന് ലജ്ജ തോന്നുന്നു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അത്രയും മോശം ഒരു സീസൺ അത് ഡെവലപ്പ് ചെയ്ത് മാറി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. തുടക്കത്തിലാണ് ലാലേട്ടൻ ആ കമൻ്റ് അവിടെ പറയും, പൊതുജനങ്ങളുടെ അഭിപ്രായം ഏതോ മീഡിയാസിൽ വന്ന സാധനം കിട്ടുക, അപ്പം ആ രീതിക്ക് അവിടെ പോയി. അതിന് കഴിഞ്ഞാണ് പിന്നെ വൈറ്റ് കാർഡിൽ കുറേ ആളുകളെ കയറ്റുകയും ചെയ്തിട്ട് ആ സീസൺ ഒന്ന് മാറ്റിപ്പിടിച്ചത്. അപ്പോഴാണ് റേറ്റിംഗ് കൂടിയത്. അങ്ങനെ സീസൺ ഒന്ന് ഇരുന്ന് പോയപ്പോൾ ഈ സീസണിലില്ല, എന്താ വയസ്സിലില്ല, ഇരുന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പം ഷോ ഡയറക്ടർ ആണെങ്കിൽ മറ്റുള്ളവർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാറില്ലേ? അല്ല, അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോബ് അതിനെ അഫക്റ്റ് ചെയ്യുന്നു തോന്നുമ്പം അത് നന്നാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ വീണ്ടും ഉണ്ടാവണമല്ലോ. അപ്പം ആ രീതിക്ക് തന്നെയാണ് ഈ പറയുന്ന അപ്ഡേഷൻസും ജനങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അതിനെ നന്നാക്കാനാണല്ലോ വീണ്ടും ശ്രമിക്കുന്നത്. അല്ലാതെ അത് നിർത്തുകയോ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പം അതിനെ മാനസിക സമ്മർദ്ദം അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും. നന്നാക്കണം എന്ന് പറയും, ഇങ്ങനത്തെ അഭിപ്രായങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ വീണ്ടും ചർച്ച നടക്കും, എങ്ങനെ നന്നാക്കാം. അങ്ങനെ വീണ്ടും വീണ്ടും അതിനെ നന്നാക്കി എടുത്ത് ഇപ്പം ഇക്ക പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റേറ്റിംഗിലേക്കും കയറിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് കയറിയായിരുന്നു. ഇരുന്ന് പോയി, പിന്നെ അത് ഇരുന്നിട്ടില്ല. TRP നല്ല രീതിക്ക് കയറി. അതോടൊപ്പം തന്നെ ഈ നമ്മൾ ഈ മത്സരാർത്ഥി കയറുന്നതിന് അതിന് തിരഞ്ഞെടുക്കുമ്പോൾ ആ ടീമിന് എൻ്റെ മുൻ ഷൈനാണെങ്കിലും ആ ടീമുകളിലിരുന്ന ആളുകൾ എടുക്കുന്ന അതിൽ നിങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു മത്സരാർത്ഥി എടുക്കുമ്പോൾ. പക്ഷെ അത് സെലക്ഷൻ തെറ്റിപ്പോയിട്ടുള്ളതായി തോന്നിയിട്ടുണ്ടോ? ഇന്ന ആളിപ്പോൾ എന്നെ എടുക്കണേ ആ സെലക്ഷൻ മോശമാണെന്ന് ഫൈനൽ മത്സരത്തിൽ വരുന്നവരെ ഇല്ല, അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കാരണം ഒരാൾക്കൊരു അവസരം കിട്ടി, പിന്നെ അയാളുടെ സ്പേസ് അല്ലേ. സെലക്ഷൻ അത് ഒരിക്കലും തോന്നിയിട്ടില്ല. അയാളുടെ ഒരു ലക്ക് കൊണ്ടും സമയം കൊണ്ടും ഒക്കെ കിട്ടിയ ഒരു അവസരം അയാളത് ഉപയോഗിക്കുക. നമുക്കൊരിക്കലും തോന്നേണ്ട ആവശ്യമില്ല. അത് ഈ പൈസ ഒക്കെ കറക്റ്റാണ് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്നത്? എന്ത് ഈ ഷോ ഒക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ പൈസ ഒക്കെ കറക്റ്റ് സമയത്ത് കിട്ടാറുണ്ടോ? അതൊക്കെ പൈസ കറക്റ്റ് കിട്ടാറുണ്ടോന്ന് അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ ഇതിപ്പം ഈ കണ്ടസ്റ്റന്റിനും ഈ ചാനലായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളവർക്കും അറിയാലോ അതിന്റെ ധാരണ എങ്ങനെയാണ്. അതിനനുസരിച്ചിട്ട് ടൈം ഉണ്ടാവുമല്ലോ, എന്തായാലും ടൈം ഉണ്ടാവും. അത് അല്ല, നമ്മൾ ഓഫീസ് ശമ്പളം കിട്ടുന്നതല്ല, അതിന് ടൈം ഇത്ര നാളിനുള്ളിലാണ് പൈസ തരുന്നത്, എന്തായാലും ടൈം ഉണ്ടാവും. അതെങ്ങനെയാണോ അവർ സംസാരിച്ചിട്ടുണ്ടാവുക അതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും അതിന്റെ പേയ്മെന്റും. കാരണം ഏഷ്യാനെറ്റൊക്കെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അവരൊക്കെ ഭയങ്കര പ്രോപ്പർ ആണല്ലോ. കണ്ടസ്റ്റന്റ് വന്നിട്ട് ഒരിക്കലും ഒരു കാര്യം എത്ര വർഷങ്ങളായി ഈ ഏഷ്യാനെറ്റ് ഇവിടെ ഉണ്ടായിട്ട് എത്ര കലാകാരന്മാരും എത്ര പ്രൊഫഷണൽസും അതിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കറിയാം ഒരാളെ എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു സാഹചര്യത്തെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നെല്ലാം അവർക്ക് അറിയാലോ. അവരങ്ങനെ തന്നെയല്ലേ അതിന് നിൽക്കുള്ളൂ. ഓരോ ഷോ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സീസൺ 3 കഴിഞ്ഞു, പിന്നീട് 3ാമത്തെ സീസണാണ്. പിന്നീട് സീസണിലേക്ക് വിളിച്ചിരുന്നോ? ഫസ്റ്റ് സീസണിന്റെ പരസ്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അന്ന് ശ്രീകാന്തേട്ടനാണ് ഡയറക്ട് ചെയ്ത്. 3rd സീസൺ ഞാൻ ചെയ്തു. പിന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന പല ഷോ ഡയറക്ടേഴ്സ് അതിനകത്ത് ഇന്റേണലി നേരത്തെ മുതലേ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ സ്മോൾ ഷൈനിൽ നേരത്തെ മുതലേ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു 4ാമത്തെ സീസൺ മുതൽ അവർ പുറത്തുനിന്നുള്ള ഡയറക്ടേഴ്സിനെ ഹയർ ചെയ്യുന്നില്ല. ബിക്കോസ് അവരുടെ ഇന്റേണൽ ടീമിനും അതിന് കേപ്പബിൾ ആയിട്ടുണ്ടാവാം. അതുപോലെ പിന്നെ ഇന്റേണൽ ടീം തന്നെയാണ് അതിപ്പോ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടീമാക്കി എടുത്തത് ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കാം അവർ പുറത്തുനിന്ന് ഇപ്പോൾ ലാലേട്ടനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ ലാലേട്ടനായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സിനെ അവർ ഹയർ ചെയ്തത് ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അവരും നമ്മുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്ത് അവർക്ക് എക്സ്പീരിയൻസ് ആയി ഡെഫിനറ്റ്ലി ദേ വിൽ ഹാൻഡിൽ ഇറ്റ്. നൗ ദാറ്റ് ഈസ് ഹാപ്പനിങ്. തീർച്ചയായിട്ടും. ഈ ഫൈസൽ ലാലേട്ടൻ കൊണ്ട് പരസ്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ബിഗ് ബോസിലേക്കൊക്കെ പോകുന്നത്. അതെ, ലാലേട്ടൻ ഫൈസൽ എന്ന് വെച്ചാൽ വളരെ ചെറുതാണ് അല്ലേ? എന്നിലൊക്കെ ഒത്തിരിയാണ്, ലാലേട്ടനൊക്കെ ഒത്തിരി ഇളയതെന്ന് വെച്ചാൽ പ്രായം കൊണ്ട് വളരെ ചെറുതാണ്. ലാലേട്ടൻ തന്നിരിക്കുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? ലാലേട്ടൻ സംസാരിക്കുമല്ലോ, ഒരു ഡയറക്ടർ എന്ന നിലയിലും അതിനെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ഒത്തിരി സംസാരിക്കും. ലാലേട്ടൻ അങ്ങനെയാണ്, ഒത്തിരി സംസാരിക്കാം. എന്താണ് ലാലേട്ടൻ പറഞ്ഞേക്കണത്? അല്ല, ഇങ്ങനെ പേഴ്സണലി ഒരു ഉപദേശം പോലെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഒരു ഇൻസിഡന്റ് ഇപ്പം പറയുകയാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ ഒരു ദിവസം ഒരു ചെറിയൊരു ഇൻസിഡന്റ് നടന്നത്, ഇപ്പം സാറിന്റെ വീട്ടിലൊരു ദിവസം ഒരു തക്കാളി ഉണ്ടായി. തക്കാളി പഴുത്ത് ഒരെണ്ണം പച്ച കളറിലും ഒരെണ്ണം റെഡ് കളറിലും കിടക്കുന്നു. അപ്പൊ അതുകൊണ്ടായിട്ട് ഒരു ദിവസം ഞാൻ ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. എന്നിട്ട് കാണിച്ചിട്ട് നോക്കി, ഇതൊക്കെ ഒരെണ്ണം പഴുത്ത് കിടക്കുന്നു, ഒരെണ്ണം പച്ച കളറിൽ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആധികാരികമായിട്ട് കാര്യമായിട്ടൊരു തക്കാളി പഴുത്തതിന്റെ വീഡിയോ എന്നെ കാണിച്ചു തരാം, ആളുടെ വീട്ടിലുണ്ടായത്. അപ്പൊ എന്റെ ഉള്ളിലുണ്ട്, ഇത് എന്നോട് പറയുന്നത് ലാൽ സാറാണല്ലോ, ഇദ്ദേഹത്തിന് എന്നോട് ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല, പിന്നെ എന്തിനാ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി ചുമ്മാ തമാശയ്ക്ക് പറയണതാണ്. പക്ഷെ പുള്ളി അത് വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ കാണിച്ചു. പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പണിയിലേക്ക് പോവാ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, അത് പുള്ളിയുടെ കൂടെ ഒരാൾ നിൽക്കുമ്പോൾ, അത് നമ്മളൊരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ അവരെല്ലാവരും നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആൾക്കാരായിട്ട് നമ്മൾ ആ ടീമിനെ മുഴുവൻ തോന്നിപ്പിച്ചാലേ
ആ ടീം എല്ലാം നമ്മുടെ ഒപ്പം, നമ്മുടെ ഒരു മുന്നേറ്റത്തിനായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കും. അതായത് നമ്മളൊരു വലിയ ആളാണെന്നോ ചെറിയ ആളാണെന്നോ തോന്നിപ്പിക്കാതെ ഒരുമിച്ച് കൂടെ നിർത്തുക എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻസിഡന്റ്, ഇതേപോലെ പല ഇൻസിഡന്റുകളിലും തോന്നിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ അറിയാതെ ലാലേട്ടനെ ബെസ്റ്റ് ആക്കി ചെയ്യാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരേ സ്പേസിൽ നിൽക്കുമ്പോൾ ഒരാൾ ഇച്ചിരി ഹയർ പൊസിഷനിലുള്ള ആളാണെങ്കിൽ പോലും അയാളും ആ എല്ലാവരുടെയും ഒപ്പം നിൽക്കുന്ന ആളാണെന്ന് താഴെ നിൽക്കുന്നവർക്ക് പോലും തോന്നുന്ന രീതിയിൽ ബിഹേവ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ആ മുകളിൽ നിൽക്കുന്ന ആൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ തക്കാളി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഭയങ്കര ഫണ്ട് തോന്നുമെങ്കിലും ഇത് എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തിരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ഇത് കയറിയിട്ടുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. കൂടെ ഭയങ്കരമായിട്ട് നിർത്തും, ആളുകളെ കൂടെ നിർത്തും, ചേർത്ത് പിടിക്കാൻ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കാൻ ഒരാളെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് നിൽക്കുമ്പോഴുള്ള സുഖം വേറെ ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും. അപ്പോഴാണ് നമുക്കും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. അതെ അതെ അതെ. അങ്ങനെയുള്ള കരങ്ങളുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. ഉറപ്പായിട്ടും. ആ ഒരു രക്ഷപ്പെടലിന്റെ ഉദാഹരണമാണല്ലോ നിൽക്കുന്നത്. എൻ്റെ ഉദാഹരണം അത് തന്നെയാണല്ലോ. ചേർത്ത് പിടിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ എത്തിയത്. ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാകണം. അതെന്നും നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടാവും. ഈ പറഞ്ഞതുപോലെ ചെയ്തു വെച്ചാണ് കുറേ പരസ്യങ്ങൾ, എത്രയോ പരസ്യങ്ങൾ എന്നും ഓർത്ത് വെക്കാവുന്ന എല്ലാ പരസ്യവും നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ കുഞ്ഞിനാണ്. എങ്കിലും ഓർത്ത് വെക്കുമ്പോൾ പരസ്യത്തിൽ ഏറ്റവും ഇഷ്ട പരസ്യം ഏതെന്ന് ചോദിച്ചാൽ പറയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് രസമുള്ള പരസ്യങ്ങൾ ഇഷ്ടമുണ്ട്. എനിക്ക് മഹീന്ദ്രയുടെ ഒരു പരസ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരസ്യമുണ്ട്. പിന്നെ അജ്മി പുട്ടുപൊടി. പിന്നെ ഒരു ലാൽ സാർ തന്നെ ഒരു ദിവസം ഞാൻ ഒരു പരസ്യം ചെയ്തിട്ട് ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് കൊണ്ടേ കാണിച്ചു. സാനിയെയും ഗണപതിനെയും വെച്ചിട്ട് പരസ്യം ചെയ്ത് ഒരു ചെറിയ പരസ്യമാണ്. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കൊന്ന് കരുനാഗപ്പള്ളി കായലോരത്തെ ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞൊരു ഡയലോഗ് ആ പരസ്യത്തിൽ വന്നാൽ നല്ലതായിരിക്കും. ലാലേട്ടനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് ഡബ് ചെയ്തെന്ന്. അപ്പോ ആ ഡബ് ചെയ്ത്, അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഡബ് ചെയ്തെന്ന് കഴിഞ്ഞിട്ട് അത് നല്ല രസമുള്ളൊരു പരസ്യമാണ്. അത് ഭയങ്കര വൈറലായി. അപ്പൊ അന്ന് ഈ സാനിയ നല്ല വൈറലായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പർപ്പസ്ഫുള്ളി സാനിയനെ കാസ്റ്റ് ചെയ്തൊരു പരസ്യമാണ്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരസ്യമാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ അജ്മി പുട്ടുപൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ പരസ്യങ്ങൾ. പിന്നെ ഇപ്പം കിവി ഐസ്ക്രീം, അത് ലാലേട്ടനെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഞങ്ങൾ 9ഓളം പരസ്യങ്ങൾ ചെയ്തു. അതിൻ്റെ അകത്ത് ഒരു പരസ്യം ഞങ്ങൾ ഈ വെർട്ടിക്കൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്തു. എന്നിട്ട് അത് പർപ്പസ്ഫുള്ളി ലാലേട്ടനെ കൊണ്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യിപ്പോൾ ആ ഡാൻസ് ആളുകൾ എടുത്തിട്ട് ട്രോളി ഭയങ്കര വൈറലായി. ഇത് ആളുകൾ ട്രോളുന്നതിന് മുന്നേ ഇത് ട്രോളാനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ആ നമുക്കും അറിയാമല്ലോ ഈ പരിപാടി. അപ്പോൾ ട്രോളാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ സാധനം ആളുകൾ പർപ്പസ്ഫുള്ളി എടുത്ത് ട്രോളി പല ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെയാണോ ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെയാണോ ചെയ്യിപ്പിക്കുന്നത് എന്ന്. പക്ഷെ നമ്മളും ലാലേട്ടനും എല്ലാം കൂടെ തീരുമാനിച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതറിയില്ല മറ്റുള്ളവർക്ക്. അപ്പം എനിവേ വി നീഡ് ടു മേക്ക് ഇറ്റ് മാർക്കറ്റഡ്, റൈറ്റ്? അപ്പൊ നമ്മളത് എങ്ങനെയെങ്കിലും പബ്ലിക്കിലേക്ക് എത്തിക്കണം, പബ്ലിസൈസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും. പരസ്യമാണ് നമ്മുടെ ജോലി, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യണം. നമ്മളത് ചെയ്തു, ഭയങ്കരമായിട്ട് വൈറലായി. അതിനുശേഷം അടുത്തിടയ്ക്ക് ജവാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഷാറൂഖ് ഖാൻ സെയിം സ്റ്റെപ്പ്, ലാലേട്ടൻ കളിച്ച സെയിം സ്റ്റെപ്പ് ഷാറൂഖ് ഖാൻ കളിച്ച്. അപ്പം ആ നമ്മുടെ പരസ്യത്തിന് എടുത്തിട്ട് ആൾക്കാർ വീണ്ടും ഏട്ടൻ ഡൺ ഇറ്റ് ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന്റെ ഈ ഡാൻസും ഷാറൂഖ് ഖാന്റെ ഡാൻസും കൂടെ ഒരുമിച്ചിട്ട്. അപ്പൊ അത് നന്നായി. ആദ്യം ലാലേട്ടൻ മാത്രം ചെയ്തപ്പം ആൾക്കാർ നമ്മളെയൊക്കെ ചീത്ത വിളിച്ചു, ഇത് എവനാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് മച്ചാനെ പറ്റാവുന്നവരോടൊക്കെ പറയും നമ്മൾ തന്നെ മച്ചാനെ ചെയ്ത് അടിപൊളി സാധനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ പാട്ട് ജവാനിലെ പാട്ടെടുത്ത് വനിതയിൽ ലാലേട്ടൻ ചെയ്ത് ചെയ്ത് അത് ഷാറൂഖ് ഖാൻ അത് ചെയ്ത് ഭയങ്കര കോമഡി ആയല്ലോ. ഞങ്ങളെപ്പോലെ ഡാൻസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ ചെയ്തതാണ് സത്യം, ഞാൻ ചെയ്തല്ല. ഉടനെ ലാലേട്ടൻ പറയുകയാണെങ്കിൽ താങ്കളാണ് ഏറ്റവും വലിയ ഡാൻസർ. അപ്പോൾ അവിടെ നിന്ന് പറയണേ, എനിക്ക് താങ്കളുടെ കൂടെ ഒന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലാലേട്ടൻ കൊടുക്കണു, എനിക്ക് താങ്കളുടെ കൂടെ ഇരിക്കാൻ ആവശ്യമാണ്, അപ്പോൾ രാവിലെ മാത്രം മതിയോ? അത് ഭയങ്കര ചർച്ച ചെയ്തു. പക്ഷെ അതെല്ലാം ഈ നമ്മുടെ പരസ്യത്തിൽ തുടങ്ങിയാണ്. അതിപ്പോഴാണ് മനസ്സിലായത്. അതെ അതെ, നമ്മുടെ പരസ്യത്തിൽ നിന്നാണ് അത് ചെയ്തത്. അപ്പൊ നമ്മൾ ലാലേട്ടനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോഴും നമ്മുടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ എന്നിട്ട് കൊറിയോഗ്രാഫറും ഞാനും കൂടെ ലാലേട്ടന്റെ റൂമിൽ റമദയിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം ലാലേട്ടന്റെ റൂമിൽ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്യിക്കുന്നു. അപ്പൊ ഞങ്ങൾ പല സ്റ്റെപ്പുകളും കാണിക്കുമ്പോൾ ലാലേട്ടൻ സത്യം പറഞ്ഞാൽ എനിക്ക് വി ഡൺ ഇറ്റ് ദിസ് ആഡ് ഫോർ എ ഐസ്ക്രീം ബ്രാൻഡ്. അപ്പൊ ഐസ്ക്രീം ആക്ച്വലി എന്താണ്, നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ പോലെ ആകും എന്നുള്ളതാണ് ഞങ്ങളുടെ ബേസിക് തോട്ട്. സോ ആള് ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. ഞങ്ങൾക്കറിയാം ഡെഫിനറ്റ്ലി ആളുകൾ ഇത് ട്രോളും. ബിക്കോസ് ഞങ്ങൾ 9 പരസ്യം ചെയ്തതിൻ്റെ അകത്ത് 8 ആളുകൾ സംസാരിച്ചിട്ടില്ല. 9ാമത്തെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതും അഗെയിൻ സംസാരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തത്. സോ ആ പരസ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പരസ്യം ഇഷ്ടമാണ്. ഇനിയും പരസ്യമേഖല തന്നെയാണ് ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നത്. പരസ്യത്തിൽ നന്നായിട്ട് പോകുന്നു. ഒരു സിനിമ ഡയറക്ഷൻ സിനിമ വെരി സൂൺ അതിന്റെ ഒരു പ്ലാനിങ്ങിലാണുള്ളത്. അതിന്റെ അരികിൽ തന്നെയാണ് നിൽക്കുന്നത്. മോഹൻലാലൊക്കെ ഉണ്ടോ? അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഭയങ്കര ആഗ്രഹം ഉണ്ടല്ലോ അതിന്റെയൊക്കെ
പരിപാടികളൊക്കെ നടക്കുന്നു. അല്ല ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ ഇനി ഫൈസലിൻ്റെ ഇന്റർവ്യൂ ഒരു സിനിമയുടെ ഡയറക്ഷനിൽ ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അറിവ് അല്ലേ? ഉറപ്പായിട്ടും വൈകുന്നില്ല, എല്ലാം സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞില്ലേ? ലോക്കാക്കിയോ? ആർട്ടിസ്റ്റിനെയൊക്കെ ലോക്കാക്കിയോ? ഓൾമോസ്റ്റ് ലാലേട്ടനൊക്കെ ലോക്കാണല്ലേ? എന്ത് പറയുന്നതിന്റെ കുഴപ്പം? അല്ല എന്തായാലും നല്ലൊരു അടിപൊളി പടം ചെയ്യുക. കാരണം ലാലേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മറുപടി അടിപൊളി പറഞ്ഞു. ലാലേട്ടനുണ്ട്, പിന്നെ ഉറപ്പായിട്ടും ലാലേട്ടനുണ്ട്. ഫൈസലിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കുമല്ലോ. പിന്നെ ഉറപ്പായിട്ടും ലാലേട്ടനുണ്ട്. എത്രാമത്തെ പടത്തിലാണെന്ന് മാത്രം ഒന്ന് ഫൈനൽ ചെയ്താൽ മതി. ഉണ്ടാവും, ഡെഫിനറ്റ്ലി. ആദ്യ പടം ഉടനെ ഉണ്ടാവും. ആദ്യ പടം ഉടൻ തന്നെ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓൺ പ്രൊഡക്ഷൻ ആണോ അതോ നമ്മള് കോ പ്രൊഡക്ഷൻ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഫൈസലിനെ എത്ര പേര് ഇന്റർവ്യൂവിന് വിളിച്ചു അല്ലേ? എനിക്കറിയാം കുറേ പേര് ഫൈസലിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബിഗ് ബോസിന്റെ അന്നും ഫോളോ ചെയ്തായിരുന്നു, അന്നും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ കൊടുക്കാൻ വല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് റിപ്പോർട്ടർ TV ഇരിക്കുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടൈം പിന്നെ മാറി നമ്മൾ പല പ്രാവശ്യമായി. ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ ഫൈസലിനെ വിളിക്കാത്ത യൂട്യൂബ് ചാനലുകാർ ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോഴും ഫൈസൽ എന്നെ ഓർക്കുവാണ്, അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഇക്കാൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ സംസാരിച്ചു. നമ്മൾ അന്ന് തൊട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന പ്ലാൻ ചെയ്തതാണ്. ഒത്തിരി സന്തോഷം ഫൈസല. ഇനിയും ഉയരങ്ങളൊക്കെ ഉള്ള സിനിമ ഉടനെ തുടങ്ങണം. കൂടെ ഉണ്ടാവും, നമ്മളും നമ്മുടെ തൊഴിലക്കാരും എല്ലാം കൂടെ ഉണ്ടാവും. എല്ലാ ആളുകളും ഫൈസലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം കൂടെ ഉണ്ടാവും. ഇനി ഒത്തിരി സന്തോഷം. ഇനിയും കാണാം നമുക്ക്. ഉറപ്പായിട്ടും സന്തോഷം. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.